നമ്മുടെ ക്യാമ്പർ വാൻ്റെ പണിയിൽ നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിയമവശങ്ങളാണ്. കാരണം ഇന്ത്യയിലെ നിയമം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് യൂട്യൂബേഴ്സ് ഓരോന്നൊക്കെ കാണിച്ച് വെച്ചതിൻ്റെ ഫലമായിട്ട് കുറേ പേരെ ലൈസൻസൊക്കെ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമത്തിനെ അനുസരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് നമുക്ക് എന്തൊക്കെയായാലും നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ ലീഗലായിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്ക് എന്തൊക്കെയായാലും ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതിനുവേണ്ടി നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഏകദേശം നമുക്കൊരു 30 ദിവസത്തിനുള്ളിൽ MPDയുടെ അടുത്തുനിന്ന് നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുത്തോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അപേക്ഷിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് മാത്രം മതി. നമുക്കറിയേണ്ട എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ആ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പോട് കൂടി നമ്മൾ MPDയുടെ ഓഫീസിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അവർ നമ്മുടെ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം തരും. നമ്മളെപ്പോഴും ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വയ്ക്കണം. അപ്പോൾ അവർ MPDയുടെ സീലോട് കൂടി അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഫോട്ടോസ്റ്റാറ്റിൽ അവർ സൈൻ ചെയ്ത് ഇത് നമുക്കൊരു പ്രൂഫിന് വേണ്ടി നമുക്ക് കയ്യിൽ വയ്ക്കാം. ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫോർ കാർ മോഡിഫിക്കേഷൻ അണ്ടർ RTA ആക്ട് 2005 എന്നാണ് അതിൻ്റെ ഹെഡ്ലൈനായിട്ട് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് 2 കൊടുത്തിട്ട് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, നിങ്ങളുടെ RTO ഓഫീസ് എവിടെയാണോ അവിടെയാണ് നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഞാൻ എൻ്റെ 2011 മോഡൽ മാരുതി ഇക്കോവാൻ എൻ്റെ യാത്രാ ആവശ്യങ്ങൾക്കായിട്ട് ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന മാറ്റമാണ് ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്നത്. അതിന് നിയമപരമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ദയവായി വ്യക്തമാക്കുക. ഇതാണ് നമ്മൾ സബ്ജക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ ലിസ്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. ഡാഷ് ക്യാമറ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൂഫ് ഓഫ് ഡോക്യുമെൻ്റ് ആയിട്ട് ആ ഒരു വീഡിയോ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഡാഷ് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഇൻറ്റീരിയറിൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും? എക്സ്റ്റീരിയറിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളത് ഇതുവരെ വീഡിയോ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചൊരു കാര്യം, ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ ഇക്കോ ആയതുകൊണ്ട് തന്നെ പല ഇക്കോയിലും നമ്മൾ ക്യാരിയർ പിടിപ്പിച്ചതും ക്യാരിയർ പിടിപ്പിക്കാത്ത ഇക്കോയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കോയിൽ നമുക്ക് ക്യാരിയർ പിടിപ്പിക്കാൻ പറ്റുമോ, ക്യാരിയറിൽ കയറ്റാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തെല്ലാം, അതേപോലെ തന്നെ പിൻഭാഗത്തെ സീറ്റിംഗ് പൊസിഷൻ മാറ്റാൻ സാധിക്കുമോ. കാരണം നമ്മൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് സൈഡിൽ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആംബുലൻസിലൊക്കെ അങ്ങനെ ഇക്കോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ക്യാമ്പർമാൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരെല്ലാവരും സീറ്റ് എങ്ങനെയാണോ സീറ്റ് ഇരിക്കുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ വച്ചിട്ടാണ് അത് ഫ്ലാറ്റാക്കി ഇട്ടിട്ടാണ് അവർ കിടക്കാനും ബെഡാക്കി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സൈഡ് സീറ്റ്, അതിൽ സൈഡിലേക്ക് നമ്മുടെ ബെഡ് മാറ്റാൻ പറ്റുമെന്ന് നമുക്കൊന്ന് അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിൻഭാഗത്തെ സീറ്റിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചത്. പിൻ സീറ്റ് പാർക്ക് ചെയ്യുമ്പോൾ മടക്കി ഉപയോഗിക്കാൻ സാധിക്കുമോ? കുറേ സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പിൻ സീറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നിവർത്തി ഇടാൻ പാടില്ല, അത് ആ സീറ്റിൻ്റെ പൊസിഷനിൽ തന്നെ ഇരിക്കണം. പക്ഷേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അത് നിവർത്തിയിട്ട് നമുക്ക് കിടക്കാനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ വാഹനം LPG അല്ലെങ്കിൽ CNG ആക്കാൻ എന്തൊക്കെ സാധിക്കുമോ, അതിനെന്തൊക്കെ നിയമവശങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഇക്കോയ്ക്ക് മൈലേജ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഏകദേശം ഒരു 10 to 17 നമുക്ക് കിട്ടണത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ലോങ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് നമുക്ക് ഫ്രണ്ട്ലിയല്ല. അപ്പോൾ CNG അല്ലെങ്കിൽ LPGയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നെ ക്യാമ്പർ വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനും ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വേണം. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ഗ്യാസ് സിലിണ്ടർ വാഹനത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുമോ? പിന്നെ നമുക്ക് എന്തൊക്കെയാലും പ്രൈവസി വേണം. അപ്പോൾ കർട്ടൻ ഉപയോഗിക്കാൻ സാധിക്കുമോ, എസ്പെഷ്യലി പാർക്കിംഗ് ടൈം. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് VIPസിനോ അല്ലെങ്കിൽ VVIPസിനോ ആണ് കർട്ടൻ ഉപയോഗിക്കാൻ പാടുള്ളൂ റണ്ണിങ് ടൈമിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ കർട്ടൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് സമയത്ത് നമ്മുടെ വ്യൂവിനെ മറയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കർട്ടൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കർട്ടൻ ഉപയോഗിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കർട്ടൻ ഉപയോഗിക്കാൻ സാധിക്കുമോ, എസ്പെഷ്യലി പാർക്കിംഗ് ടൈം. പാർക്കിംഗ് സമയത്ത് നമുക്ക് കർട്ടൻ ഉപയോഗിക്കാൻ പറ്റുമോ? എക്സ്ട്രാ ബാറ്ററി നമുക്ക് കാറിൽ സൂക്ഷിക്കാൻ പറ്റുമോ? കാരണം നമുക്ക് ലാപ്ടോപ്പ്, ക്യാമറ അല്ലെങ്കിൽ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കാനുള്ളത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ ബാറ്ററി നമ്മുടെ കാറിൽ സൂക്ഷിക്കാൻ പറ്റുമോ? മിക്ക ക്യാമ്പർ വാനിൻ്റെയും മുകളിൽ ഒരു സോളാർ പാനൽ വെച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സോളാർ സിസ്റ്റം നമ്മുടെ കാറിൽ സ്ഥാപിക്കാൻ പറ്റുമോ? പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ഇതിപ്പോൾ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷേ അവർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്
വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല, എന്തൊക്കെ പാടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പാടില്ല എന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 2 ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിയമപരമായി തടസ്സമുണ്ടെങ്കിൽ അത് ഏത് നിയമപ്രകാരമെന്ന് വ്യക്തമാക്കാൻ അപേക്ഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ നിയമത്തിൻ്റെ ഡീറ്റെയിൽ നമുക്കറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ഒരു വക്കീലിനോ സമീപിച്ചിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ഇന്ന് രാവിലെ കൃത്യം ഒരു 11 മണിയായപ്പോഴാണ് നമുക്ക് ഈ ഒരു പേപ്പർ കിട്ടിയത്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന നിയമങ്ങൾക്ക് അവർ പറഞ്ഞേക്കണമെന്ന് പറയും. ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് വായിക്കാനായിട്ട്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമല്ലോ. അപ്പോൾ സംസ്ഥാന പൊതുവിവരാവകാശ ഓഫീസർ, ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സർ, വിഷയം മോട്ടോർ വാഹന വകുപ്പ് വിവര നിയമവശ സൂചന രീതിയിൽ ഈ ഓഫീസിൽ ലഭിച്ച താങ്കളുടെ അപേക്ഷ സൂചനയിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. താങ്കൾ ആവശ്യപ്പെട്ട വിവരങ്ങൾക്കുള്ള മറുപടി താഴെ കൊടുക്കുന്നു. ചോദ്യം 1, ബന്ധപ്പെട്ട വാഹന നിർമ്മാതാവ് ആയതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡാഷ് ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡാഷ് ക്യാമറ വയ്ക്കാനുള്ള സൗകര്യം അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ് ക്യാമറ വയ്ക്കാൻ പറ്റും. ചോദ്യം 2 വ്യക്തമല്ല. ചോദ്യം 3 ഇല്ല. ചോദ്യം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് വെച്ചാൽ ചോദ്യം വ്യക്തമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3, മുകളിൽ കാരിയർ പിടിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ പല ഇക്കോലും കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സാധിക്കില്ല എന്ന് പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണം. ചോദ്യം 4, കാരിയറിൽ കയറ്റാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തെല്ലാം? ബാധകമല്ല. ചോദ്യം 5, പിൻഭാഗത്തെ സീറ്റിൻ്റെ പൊസിഷൻ മാറ്റാൻ സാധിക്കുമോ? ചോദ്യം വ്യക്തമല്ല. 6, പിൻസീറ്റ് പാർക്ക് ചെയ്യുമ്പോൾ മടക്കി ഉപയോഗിക്കാൻ സാധിക്കുമോ? ചോദ്യം വ്യക്തമല്ല. 7, പെട്രോൾ വാഹനം അല്ലെങ്കിൽ LPG CNG ആക്കാൻ എന്തൊക്കെ നിയമവശങ്ങളുണ്ട്? കേന്ദ്ര മോട്ടോർ വാഹനച്ചട്ടം 112, 3, 126 എന്നിവയ്ക്ക് അനുസൃതമായി അപ്രൂവൽ ലഭിച്ച കൺവേർഷൻ കിറ്റ് ഉപയോഗിച്ച് LPG CNG കൺവേർഷൻ നടത്താവുന്നതാണ്. 8, ഭക്ഷണം പാചകം ചെയ്യാവുന്ന ചെറിയ ഗ്യാസ് സിലിണ്ടർ വാഹനത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. 9, കർട്ടൻ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. ചോദ്യം 10, എക്സ്ട്രാ ബാറ്ററി കാറിൽ സൂക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. 11, സോളാർ സിസ്റ്റം കാറിൽ സ്ഥാപിക്കാൻ അനുവദനീയമാണോ? അല്ല. 12, വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ചോദ്യം 2ൻ്റെ ഉത്തരം ബാധകം. ഇല്ല. ചോദ്യം 3, ചോദ്യം വ്യക്തമല്ല. കേന്ദ്ര മോട്ടോർ വാഹന നിയമം സെക്ഷൻ 52, കേന്ദ്ര മോട്ടോർ വാഹനച്ചട്ടം റൂൾ 112 എന്നിവ അനുസരിച്ചാണ് വാഹനങ്ങളിൽ ആൾട്രേഷൻ അനുവദിക്കുന്നത്. മേൽപ്പടി നൽകിയിട്ടുള്ള മറുപടി തൃപ്തനല്ലെങ്കിൽ മറുപടി കൈപ്പറ്റി 30 ദിവസത്തിനുള്ളിൽ താഴെ സൂചിപ്പിച്ചിട്ടുള്ള അപ്പലേറ്റ് അതോറിറ്റി സമക്ഷം താങ്കൾക്ക് അപ്പീൽ നൽകാവുന്നതാണ്. ഈ ഇമെയിൽ അഡ്രസ്സ് തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്നാണ് MPD പറയുന്നത്. കാര്യം നമ്മളൊരു രാജ്യത്തൊരു പൗരൻ എന്നുള്ള രീതിക്ക് നമ്മൾ നമ്മുടെ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ നമ്മളെന്തൊക്കെയായാലും ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക റൂൾ 112 അനുസരിച്ചാണ് വാഹനങ്ങളിൽ ആൾട്രേഷൻ അനുവദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. എന്തൊക്കെയായാലും ഈ ഒരു റിപ്പോർട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഓഫീസർമാർക്കൊക്കെ താങ്ക്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വിവരാവകാശത്തിന് നമ്മൾ അപേക്ഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ. ഇതിനകത്ത് പല ചോദ്യങ്ങൾക്കും അവർ ചോദ്യം വ്യക്തമല്ല എന്നാണ് നമുക്ക് റിപ്ലൈ തന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച മറുപടി അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച വിവരം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഈ ലെറ്ററിൻ്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേൽ നൽകിയ മറുപടി താങ്കൾ തൃപ്തനല്ലെങ്കിൽ മറുപടി കൈപ്പറ്റി 30 ദിവസത്തിനുള്ളിൽ സൂചിപ്പിച്ചിട്ടുള്ള അപ്പലേറ്റ് അതോറിറ്റി സമക്ഷം താങ്കൾക്ക് അപ്പീൽ നൽകാവുന്നതാണ്. അതായത് നമുക്ക് വീണ്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അപേക്ഷിക്കേണ്ടത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്കാണ്. അത് നിങ്ങളുടെ ഏരിയയിലുള്ള ആരാണോ അവിടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കിട്ടുന്നത് ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നാണ് നമുക്ക് വിവരാവകാശം കിട്ടിയത്. അതിനുശേഷം നമ്മൾ വീണ്ടും അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഇന്നലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു.
അവിടെ എനിക്ക് കിട്ടിയ സ്വീകരണം എന്നൊന്നും പറയാൻ പറ്റില്ല, അവരുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ എറണാകുളത്ത് എനിക്ക് എൻ്റെ ഒരു ഇൻഷുറൻസിൻ്റെ ആവശ്യത്തിനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നേരെ എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗവൺമെൻറ് ഓഫീസാണ്, 5 മണിക്ക് അടയ്ക്കും, അപ്പോൾ ഒരു 4 മണിക്ക് മുമ്പെങ്കിലും എത്തണം. കാരണം അവരെ അവർ 4 മണിക്ക് ശേഷം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവർ ഇന്നിനിപ്പോൾ നടക്കില്ല എന്നൊക്കെ പറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ തിരക്കിട്ട് ഒരു 3:30 ആയപ്പോഴേക്കും നമ്മൾ ഓഫീസിലെത്തി. 3:30 ആയിട്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വിവരാവകാശത്തിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് മറുപടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് തന്ന മറുപടി ഇത് നിങ്ങളുടെ ആ ഏരിയയിലുള്ളതാണല്ലോ, ഇങ്ങോട്ട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ വിവരാവകാശത്തിനാണ് ഞാൻ അപേക്ഷിച്ചിരിക്കുന്നത്, അപ്പോൾ അപേക്ഷിച്ചിട്ട് നിങ്ങൾ തന്നെയാണ് താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പലേറ്റ് അതോറിറ്റി ഇവിടെയാണെന്ന്. ഓ ഇവിടെയാണല്ലേ, ഓക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇതിനകത്ത് പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ല, അപ്പോൾ ഇതിനകത്ത് ഈ ചോദ്യം വ്യക്തമായില്ല എന്നാണ് പറയുന്നത്, ചോദ്യം ഞാൻ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, മെയിൽ ID വഴി അപേക്ഷിക്കാൻ പറഞ്ഞു. മെയിൽ ID വഴിയല്ല, നേരിട്ട് സമർപ്പിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പേപ്പറിൽ എഴുതി വീണ്ടും തരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ നമ്മളെ എങ്ങനെയും ഒഴിവാക്കി വിടാനായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയില്ല. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് അപ്പോൾ മനസ്സിലായത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും അപേക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് മറുപടി കിട്ടാൻ പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഇവിടുത്തെ ഓഫീസറായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു ആൾ ലീവിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അസിസ്റ്റൻറ്റ് അവിടെ ഉണ്ട്, ആ ആക്കടെ അടുത്ത് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിനെന്താ ചോദിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ പുള്ളിയുടെ ഡോറിൽ തന്നെ എഴുതിയിരിക്കുകയാണ്, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം കടന്നു വരാതെ. വളരെ തിരക്കുടിച്ച ആളായിരിക്കാം. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, എനിക്ക് വിവരാവകാശത്തിന് ഞാനിങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് പല ചോദ്യങ്ങളും ക്ലിയർ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ വളരെ സ്നേഹത്തോട് പറഞ്ഞു, മോനെ എന്താ ഒരു കാര്യം ചെയ്യും, നാളെ വരുമെന്ന് പറഞ്ഞു. സർക്കാർ ഓഫീസിൽ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഉത്തരം നാളെ വരാമോ, ഞാൻ ഇച്ചിരി തിരക്കിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര ദൂരത്തു നിന്നല്ല വരുന്നത്, എനിക്കൊരു 3 ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അതിനെന്താ ചോദിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടു, ഇതിനകത്ത് കർട്ടൻ പിടിപ്പിച്ചിട്ടുണ്ട്, ഇതേപോലെയുള്ള കർട്ടൻ എനിക്ക് വണ്ടി നിർത്തിയിടുമ്പോൾ മാത്രം, അതായത് റണ്ണിങ്ങിലല്ല, വണ്ടി നിർത്തിയിട്ട് കിടക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു കർട്ടൻ ഉപയോഗിക്കാൻ പറ്റില്ല, ഇന്ന സെക്ഷൻ ഇന്ന നിയമപ്രകാരം കർട്ടൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു, ഇതേപോലെ വണ്ടിയുടെ സീലിങ്ങിൽ ചെറിയൊരു ഓൾട്രേഷൻ, അതായത് ഒരു ഡിസൈൻ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു ഇത് എന്തിനാ ചെയ്യണേന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ വായന്ന് വീണ ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ, വണ്ടി മോഡിഫൈ ചെയ്യാനാന്ന് പറഞ്ഞു. നമ്മൾ RTO അല്ലെങ്കിൽ MVDയുടെ അടുത്ത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് മോഡിഫിക്കേഷൻ. അതോടുകൂടി ആളുടെ മട്ട് മാറി. ആൾ പറഞ്ഞു ഇതും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ക്വസ്റ്റ്യനോടുള്ളൂ, വണ്ടിയുടെ സീറ്റ് അഴിച്ച് വച്ചിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആൾ ഭയങ്കരമായിട്ട് ചൂടായി, എടുത്തുകൊണ്ട് പോടാൻ നിൻ്റെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അതിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ ഈ ഒരു രൂപത്തിലാണ് പോയത്. ചിലപ്പോൾ പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ വേറൊരു സഞ്ജൂട്ടയ്ക്കായിട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ ഒരു അപ്പീലിംഗ് ആയിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തോ പ്രശ്നം. എന്നാലും ഞാനൊരു കാര്യം പറയാം, അയാളൊരു പബ്ലിക് സർവൻ്റാണ്. നമുക്ക് നിയമം എന്താണെന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് അവർ ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്യാൻ പോയിട്ടല്ലേ. നമ്മുടെ നാട്ടിൽ ഇത്രയും നിയമലംഘനങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, ഫൈൻ അടയ്ക്കുന്നുണ്ട്. നമ്മളിത് എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ നിയമത്തിന് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കിട്ടിയൊരു അനുഭവം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്താണ്. ഇനി MVD അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇനി യാതൊരു കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഒന്നിനും ഞാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു വിവരാവകാശത്തിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമം സെക്ഷൻ 52 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം റൂൾ 122 ഇത് രണ്ടുപേരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെന്തൊക്കെയാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഇതിൻ്റെ PDF നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു വക്കീലിനെ കണ്ട് ഒരു ഫീസ് കൊടുത്താലോ അവർ നമുക്കിതിൻ്റെ വശങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം ഇനി നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരുടെ പുറകെ നടന്ന് ഇനിയിപ്പോൾ അവർ അപ്രൂവ് വരാനായിട്ട് ഇവർ ഒരു പ്ലാൻ കൊണ്ടുത്താട്ടെ അതുകൊണ്ടുത്താട്ടെ ഇവരുടെ ചേഞ്ചസ് ഭയങ്കരമായിരിക്കും. നമ്മളിതിൻ്റെ പുറകെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ
എന്താ പറയുക, അവരുടെ ഡ്യൂട്ടി അതാണ്, അവരത് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഈ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും അലമ്പ് കാണിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യണമെന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാലും നിയമത്തിന് അനുസരിക്കാൻ തയ്യാറാണ്. നമ്മുടെ MVD ആണെങ്കിലും RTO ആണെങ്കിലും ചട്ടത്തിനനുസരിച്ച് പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇത്തരത്തിൽ കൃത്യമായിട്ട് നിയമം പാലിക്കപ്പെടുന്നില്ല. എനിക്ക് ഈ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും കൃത്യമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുക. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ഡിസംബറിൽ RC ബുക്ക് പുള്ളിയുടെ പേരിലാക്കാനായിട്ട് അപേക്ഷ കൊടുത്തതാണ്. മെയ് വരെ ആൾക്ക് RC ബുക്ക് കിട്ടിയിട്ടില്ല. ഞാനും ഈ അടുത്ത് തന്നെയാണ് RC ബുക്ക് എൻ്റെ പേരിലാക്കാനായിട്ട് കൊടുത്തപ്പോഴും ഞാനും ചോദിച്ചു എന്ന് എനിക്കിത് കിട്ടുമെന്ന് വെച്ചു. ഏകദേശം നമുക്ക് ഒരു മാസത്തിനുള്ളിൽ കിട്ടേണ്ടതാണെന്നാണ് എൻ്റെ അറിവ്. മെയ്, ജൂൺ, ജൂലൈ ആവാൻ പോകുന്നു. ഇതുവരെ എനിക്കും കിട്ടിയിട്ടില്ല. എനിക്ക് ഡിസംബറിനുള്ളിൽ എനിക്ക് എന്തൊക്കെയായാലും RC ബുക്ക് കിട്ടണം. ഞാൻ എൻ്റെ വണ്ടി കൊണ്ടാണ് ട്രിപ്പിന് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് RC ബുക്ക് ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ അത് നിങ്ങളും നിയമത്തിനെയും ചട്ടങ്ങളെയും കൃത്യമായിട്ട് പാലിക്കണം എന്നൊരു അപേക്ഷ നമുക്കുണ്ട്. നിങ്ങളെന്താണ് ഈ നിയമം കൃത്യമായിട്ട് പാലിക്കാത്തത്? നിങ്ങൾക്കൊരു RC ബുക്ക് ഒരാളുടെ പേരിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ എന്തുകൊണ്ട് ഇത്ര സമയമെടുക്കുന്നു? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നിയമപരമായിട്ടും നടക്കണമെന്ന് ആഗ്രഹമുള്ളൊരു പൗരൻ എന്നുള്ള രീതിക്ക് എൻ്റെ ചോദ്യം ഇതാണ്. ഇതെന്താണ് ഇത്ര വൈകുന്നത്? ഇനിയിപ്പോൾ എൻ്റെ ട്രിപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ട്രിപ്പ് എന്നെ സംബന്ധിച്ച് വളരെ ഡ്രീം ട്രിപ്പാണ്. എനിക്ക് ഇത്തരത്തിൽ വണ്ടിയിൽ താമസിച്ച് യാത്ര ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഡിസംബറിൽ ഞാൻ എന്തൊക്കെയാണ് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 2 ആർട്ടിക്കിൾ കൃത്യമായിട്ട് പഠിക്കുക. ഇന്നത്തെ നമുക്കറിയാം, ഒരു കൊലപാതകം ചെയ്താൽ പോലും നമുക്ക് സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കാവുന്ന രീതിയിൽ ലൂപ്പ് ഹോൾസ് ഉള്ളതാണ് നമ്മുടെ നിയമങ്ങൾ. അപ്പോൾ നമ്മൾ ഈ അത്യാവശ്യം നല്ല രീതിയിൽ നിയമങ്ങൾ പഠിച്ച് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്താനാണ് എൻ്റെ പ്ലാൻ. അതുമല്ല, ഞാൻ ഈ വണ്ടി കേരളത്തിൽ ഓടിക്കാനല്ല ഉണ്ടാക്കുന്നത്. എനിക്ക് മൂന്നാറിൽ പോയി വെള്ളമടിച്ച് കിടക്കാനോ എനിക്ക് വയനാട്ടിൽ പോയി കാട്ടാനയിലും കല്ലെറിഞ്ഞ് കേരളത്തിൽ കിടന്ന് നടക്കാനല്ല ഞാൻ ഈ വണ്ടി ഉണ്ടാക്കുന്നത്. എനിക്ക് കേരളത്തിന് പുറത്തേക്ക് പോകണം. ഞാൻ ജീവിച്ച സാഹചര്യങ്ങൾ, ഞാൻ കഴിച്ച ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടെറൈൻ, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകൾ, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലുകൾ, ഇതൊക്കെ പരിചയപ്പെടാനാണ് ഞാൻ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എനിക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ ഓടിക്കേണ്ട ആവശ്യമില്ലേ വണ്ടി. നിയമത്തിന് അംഗീകരിക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് ഞാൻ തുറന്നു പറയാം, കേരളത്തിൽ എൻ്റെ വണ്ടി ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് RTO അല്ലെങ്കിൽ കേരളത്തിൽ അംഗീകരിക്കുന്ന നിയമപ്രകാരം, അല്ലെങ്കിൽ വേണ്ട സ്റ്റോക്ക് മോഡൽ കണ്ടീഷനിലായിരിക്കും എൻ്റെ വണ്ടി കേരളത്തിൽ ഓടുന്നത്.